ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കലിൻ്റെ ബേസിക് കാര്യങ്ങളായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മളിനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസിന് തന്നെ കുറച്ച് കണ്ടിന്യൂവേഷനാണ്. നമ്മൾ റെസിസ്റ്റൻസിൻ്റെ എഫക്ട്സ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ രണ്ട് കണക്ഷൻ ഉണ്ട്. എന്നിട്ട് നമ്മളതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷനായ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യമായ ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ചോദിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനുകൾ എങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ റെസിസ്റ്റൻസ് ഏതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത് ആക്ച്വലി. അപ്പോൾ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയണം. നമ്മൾ ആ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചതാണ്. എന്ത് R ഈക്വൽ ടു എന്താണ്, റോ ഇൻറ്റു L/A അല്ലേ. ഇത് തന്നെയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് പറയാം, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം നമ്മളെല്ലാം ഇങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു L ലെങ്ത്, ശരിയല്ലേ. ലെങ്ത്തിന് പ്രപ്പോർഷനാണ്. അപ്പോൾ ലെങ്ത്ത് കൂടിയാൽ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കൂടും. ലെങ്ത്ത് കുറഞ്ഞാൽ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കുറയും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈസ് പ്രപ്പോർഷണൽ ടു 1/A, അല്ലെങ്കിൽ പറയാം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയാം. അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ടു എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു A അല്ലേ. എന് ഇൻവേഴ്സ് ആയിട്ടാണ് പ്രപ്പോർഷണൽ. അപ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ് പറയുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് ഏരിയ എന്ന് തന്നെ ക്വസ്റ്റ്യനിൽ തരണമെന്നൊന്നുമില്ല. ഓക്കെ, ഇപ്പം 2 മീറ്റർ സ്ക്വയർ ഉള്ള സാധനം 5 മീറ്റർ സ്ക്വയർ ആയി, അല്ലെങ്കിൽ 2 മീറ്റർ സ്ക്വയറുള്ള സാധനം 1 മീറ്റർ സ്ക്വയർ ആയി എന്ന് പറഞ്ഞ് തരണമെന്നില്ല. ഇതിൻ്റെ ഡയമീറ്റർ വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പം അത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ഈ ഏരിയ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും റേഡിയസിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്താം, ഈ ഏരിയ അല്ലെങ്കിൽ റേഡിയസിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ സ്ക്വയർ, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യനുകൾ ചോദിക്കണം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ശരിയാക്കി തരാം. ബട്ട് സ്റ്റിൽ അത് ഓർക്കുക, അങ്ങനെയും വരാറുണ്ട് എന്നുള്ള പോയിന്റ് ഓർക്കുക. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസിനെ പിന്നെ ഓർക്കേണ്ട കാര്യം, റെസിസ്റ്റൻസ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ നേച്ചർ എന്താണെന്ന് ശ്രദ്ധിക്കും. ഓക്കെ, മെറ്റീരിയലിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് മാറും. കണ്ടക്ടറിന് ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ, പൊതുവെ പറയുകയാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് 3 തരത്തിലുള്ളത്. കണ്ടക്ടറുകൾ ഉണ്ടാവും, ഇൻസുലേറ്ററുകൾ ഉണ്ടാവും, അതുപോലെ സെമി കണ്ടക്ടറുകളൊക്കെ ഉണ്ടാവും അല്ലേ. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയും. ബട്ട് സ്റ്റിൽ ഓർക്ക് അങ്ങനത്തെ മെറ്റീരിയലുകളെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ റെസിസ്റ്റൻസിനും വേരിയേഷൻ സംഭവിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, നാലാമതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതിലേക്കാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡൻ്റ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് ഓർക്കും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റാണ് നമ്മൾ വളരെയധികം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻസി ഉണ്ട്. അത് ഓരോ മെറ്റീരിയലിന് എങ്ങനെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വഴിയെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ക്ലിയർ. അപ്പോൾ ഇത് ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ ഏത് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഡിപ്പെൻഡൻ്റ്, ഏത് തരത്തിലാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയെ എന്ത് ചെയ്യും, മനസ്സിലാക്കും. അതുപോലെ ഈ റെസിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂകളൊന്ന് ഓർത്ത് വയ്ക്കുക. 1 മെഗാ ഓം എന്ന് പറയുന്ന 10⁶ ആണ്. അതുപോലെ തന്നെ 1 കിലോ ഓം എന്ന് പറയുന്നത് 10�3 ആണ്. സിമിലർലി 1 മില്ലി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10⁻⁻3. 1 മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസും ടെമ്പറേച്ചർ നമ്മൾ ബാക്കി കാൽക്കുലേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എഫക്റ്റ് ഓഫ് യുവർ ടെമ്പറേച്ചർ ഓൺ യുവർ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന് ടെമ്പറേച്ചറിലുള്ള എഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് 3 ടൈപ്പ് മെറ്റീരിയലുകളാണ് കാര്യമായിട്ടുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് കണ്ടക്ടറുകൾ. ഓക്കെ, ഇതിനെ കണ്ടക്ടറുകൾ എനിത്തിങ് ദാറ്റ് കണ്ടക്ട്സ്, അതിനെ നമുക്ക് കണ്ടക്ടർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ മെറ്റലുകൾ എന്നൊക്കെ നമ്മൾ പറയും ചിലപ്പോൾ. ഓക്കെ, മെറ്റൽസ്. സിമിലർ രണ്ടാമത്താണ് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്.
ഓക്കെ, സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ ഇൻസുലേറ്റേഴ്സ് ഉണ്ടാവും. ഇത് ഓരോന്നിലും ഓരോ എഫക്റ്റാണ് ആക്ച്വലി ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ജനറലി പറയുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, നമ്മുടെ മെറ്റൽസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിലെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ്. എന്ത് ഇൻക്രീസസ്? ഏതാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കാരണം നമ്മൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതായത് പറഞ്ഞു വരുന്ന പോയിന്റ്, റെസിസ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു യുവർ ടെമ്പറേച്ചർ ഇൻ ദ കേസ് ഓഫ് യുവർ കണ്ടക്ടർ. കണ്ടക്ടറിൽ റെസിസ്റ്റൻസ് എന്തിന് പ്രപ്പോർഷണലാണ്? ടെമ്പറേച്ചറിന് പ്രപ്പോർഷണൽ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് വരുന്നത്? പ്രപ്പോർഷണാലിറ്റി വിളിക്കുന്നത്. ഓക്കെ, കണ്ടക്ടറിന് പ്രപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും അതിനെ? റെസിസ്റ്റൻസ് എന്താണ്? പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെന്ന് പറയും. ക്ലിയർ? ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഓരോരോ മെറ്റീരിയലിനും അതിൻ്റെതായ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മുടെ ഇനി അടുത്ത സെമി കണ്ടക്ടറിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറയും. എന്ത് ചെയ്യുമ്പോൾ? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മളുടെ കണ്ടക്ടർ അല്ലെങ്കിൽ ആ മെറ്റൽസിൽ എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പ്രോപ്പർട്ടി ഏതാണ്? ഇൻസുലേറ്ററിൻ്റെ പ്രോപ്പർട്ടി ഇതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് അറിയേണ്ടത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 3 പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്ഥിരമായിട്ട് പേപ്പറുകളിൽ വരുന്നതാണ്. ഇതിൻ്റെ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ റൈസ് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ നമ്മൾ ഈ ഒരു ടേം കൊണ്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്? എന്താണ് ഞാൻ കുറച്ച് ഇങ്ങനെ പറയും. ഇപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മെറ്റീരിയലിനും എന്ത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണെന്നുള്ളൊരു ചോദ്യം വരും. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ മെറ്റീരിയലുകൾ ഏതൊക്കെയാണ്? നമ്മുടെ കണ്ടക്ടറുകൾ അല്ലെങ്കിൽ നമ്മുടെ മെറ്റലുകൾ അല്ലേ. രണ്ടാമത്തെ മെറ്റീരിയൽ ഏതാണ്? നമ്മുടെ സെമി കണ്ടക്ടർ. ഇനി മൂന്നാമത്തെ മെറ്റീരിയൽ നമ്മൾ ഇൻസുലേറ്റർ. ശരിയല്ല? അപ്പോൾ ഈ ഓരോ മെറ്റീരിയലും ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അത് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇത്രയും അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പോസിറ്റീവ് എങ്ങനെയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മെറ്റീരിയലിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ നിങ്ങളുടെ റെസിസ്റ്റൻസും കൂടുകയാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇത് നേരെ തിരിഞ്ഞിട്ട് റെസിസ്റ്റൻസ് നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇനി പറയാൻ വേണ്ടി പറ്റും, കണ്ടക്ടർ എന്ത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്? കണ്ടക്ടർ ഈസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇനി അതേപോലെ ഇൻസുലേറ്റേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ശരിയല്ലേ? അതുപോലെ സെമി കണ്ടക്ടർ പറഞ്ഞല്ലേ. ഓക്കെ, ഇനി ഇൻസുലേറ്റേഴ്സ് ആയാലും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ക്ലിയർ? അപ്പോൾ ടെമ്പറേച്ചറിനെ നമ്മളുടെ റെസിസ്റ്റൻസുമായിട്ടുള്ള ഓരോ മെറ്റീരിയലിലെ ഡിപ്പെൻഡൻസിയാണ് നമ്മൾ പറഞ്ഞത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ കണ്ടക്ടർ എന്താണ്, സെമി കണ്ടക്ടർ എന്താണ്, ഇൻസുലേറ്റർ എന്താണ് നമ്മൾ പിന്നെ ക്ലാസ്സിൽ പറയും. ഇപ്പം മനസ്സിലാക്കുക, 3 ടൈപ്പ് മെറ്റീരിയലുകളുണ്ട്. ആ 3 മെറ്റീരിയലുകളും നമ്മളുടെ റെസിസ്റ്റൻസുമായിട്ടുള്ള റിലേഷന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക, ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ഇനി കണ്ടക്ടറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കണ്ടക്ടറുകൾ
എന്ന് പറയുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ മെറ്റലുകളാണ് അല്ലേ, അതായത് കോപ്പർ, അതുപോലെ ഏതാണ് അലുമിനിയം അല്ലേ. സിമിലർലി നമ്മളുടെ ഇൻസുലേറ്ററുകൾ ഏതൊക്കെയാണ്? ഇൻസുലേറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇൻസുലേറ്ററുകൾ എന്ന് പറയുമ്പോൾ കോമൺലി നമ്മൾ പറഞ്ഞ ഗ്ലാസ് ഒരു ഇൻസുലേറ്ററാണ്, അതുപോലെ മൈക്ക, അതുപോലെ പേപ്പർ അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ഇൻസുലേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അതുപോലെ സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഏതൊക്കെയാണ്? സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് നമ്മൾ ജർമാനിയം, അതുപോലെ തന്നെ നമ്മുടെ സിലിക്കൺ അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എക്സാമ്പിളുകൾ ഓർത്ത് വയ്ക്കുക. ബാക്കി എന്താണ് സെമി കണ്ടക്ടർ, എന്താണ് കണ്ടക്ടർ എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നെ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ റെസിസ്റ്റൻസിൻ്റെയും ഈ പല ടൈപ്പ് മെറ്റീരിയലുകളും തമ്മിലുള്ള ബന്ധം. ക്ലിയർ അല്ലേ? അപ്പം ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വി വിൽ ബി കോളിങ് ഇറ്റ് ആസ് നമ്മുടെ അലോയ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അലോയ്സിലും നമ്മളിങ്ങനത്തെ കുറച്ച് സ്പെഷ്യാലിറ്റികൾ കാണാറുണ്ട്. അപ്പോൾ അലോയ്സിനെ കുറിച്ച് ഞാൻ പിന്നെ പറയും, ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പം ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ 2 മെറ്റീരിയലുകൾ, അതായത് നമ്മുടെ കോമൺലി ഉള്ളവർ, ഇപ്പം നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ തന്നെ വി ആർ ഹാവിങ് യെറ്റ് അനദർ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് ചില അലോയ്കൾ, അതായത് ചില അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി നിങ്ങളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഹൈ റെസിസ്റ്റൻസ് അലോയ്കളാണ് ആക്ച്വലി. ഓക്കെ, അലോയ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അലോയ്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അലോയ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ വേണമെങ്കിൽ, അലോയ് എന്ന് പറയുന്നത് നമ്മൾ യുറേക്ക എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ മാംഗനിൻ, ഓക്കെ, അതുപോലെ കോൺസ്റ്റൻറ്റൻ. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ടെമ്പറേച്ചറിൽ, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അലോയ്സ് ഹൈ റെസിസ്റ്റൻസ് അലോയിലായ ഈ യുറേക്ക, മാംഗനിൻ, കോൺസ്റ്റൻറ്റൻ എല്ലാം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇറ്റ് വിൽ ബി കോസിങ് നെഗ്ലിജിബിൾ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. നെഗ്ലിജിബിൾ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗ്ലിജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥമാണ്, ഇല്ല അല്ലേ. അപ്പം നെഗ്ലിജ് എന്ന് പറഞ്ഞാൽ സീറോ റെസിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. മെറ്റീരിയലുകളെ വ്യക്തമായിട്ട് ഓർക്കുക. ഏതൊക്കെയാണ്? സം ടൈപ്പ് ഓഫ് അലോയ്സ്. ഏതൊക്കെ? യുറേക്ക, മാംഗനിൻ, കോൺസ്റ്റൻറ്റൻ ചോദിക്കാറുണ്ട്, യുറേക്കയൊക്കെ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അപ്പം ഈ മെറ്റീരിയലുകളുടെ പ്രത്യേകത വെച്ചാൽ, നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയാലും റെസിസ്റ്റൻസിൽ ചേഞ്ച് ഇല്ല. അങ്ങനെ ടെമ്പറേച്ചർ കൂടിയാലും റെസിസ്റ്റൻസിൽ ചേഞ്ച് ഇല്ലാത്ത അല്ലെങ്കിൽ സീറോ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന മെറ്റീരിയലുകളാണ് ഏതൊക്കെ? നമ്മളുടെ യുറേക്കയും മാംഗനിനും കോൺസ്റ്റൻറ്റനും ഒക്കെ. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് എങ്ങനത്തെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും? നമ്മളിവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പഠിച്ചു അല്ലേ. ഈ മെറ്റീരിയലുകളുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ കൂട്ടിയാലും അത് 0 ആ കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് 0 ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ മെറ്റീരിയലുകൾ എന്ത് ബിഹേവിയർ അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടി, എന്ത് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് എക്സിബിറ്റ്സ് 0 ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ഈ മെറ്റീരിയലുകളുടെ പ്രത്യേകത. അത് സ്പെഷ്യൽ കേസായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക ആ മെറ്റീരിയലിൻ്റെ കാര്യം. ഓക്കെ, യുറേക്ക എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ ചോദിക്കാം. യുറേക്ക എന്ന് പറയുന്ന സാധനം എത്രയാണ് അതിൻ്റെ കോമ്പോസിഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, 60% കോപ്പറും 40% നിക്കലും കൂടിയതാണ് നമ്മളെ യുറേക്ക കേട്ടോ. 60% കോപ്പറും 40% നിക്കലും, ഇതാണ് യുറേക്ക. ഓക്കെ, ഈ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ അല്ലേ. അപ്പം ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മളുടെ മെറ്റീരിയലുകൾ അനുസരിച്ച് നമ്മളുടെ ടെമ്പറേച്ചർ ചേഞ്ചുകൾ നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വയ്ക്കണം.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ ഈ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് നമ്മളൊരു മെറ്റാലിക് കണ്ടക്ടർ എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എഫക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച. അപ്പോൾ ഈ മെറ്റീരിയലുകളെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ഇതൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ. പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാക്കി ഇങ്ങനെ 3 മെറ്റീരിയലുകൾ ഉണ്ട്. ഇങ്ങനെ 3 മെറ്റീരിയലുകളും പോസിറ്റീവ് നെഗറ്റീവ് ഏതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾ, ഇതാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫിനോമിനൊക്കെ ഈ കൺസെപ്റ്റ് വരുന്നത് മൊത്തം ഈ ടെമ്പറേച്ചറിൻ്റെ കേസിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാവുന്ന എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. ക്ലിയർ? അപ്പം ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പം ടെമ്പറേച്ചർ കോഷ്യൻ നമ്മളൊരു ആദ്യം ഒരു മെറ്റാലിക് കണ്ടക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, കൺസിഡർ ചെയ്യുവാണ്. ആ മെറ്റാലിക് കണ്ടക്ടർ ഈസ് ഹാവിങ് എ റെസിസ്റ്റൻസ് ഓഫ് R0. അതായത് നമ്മൾ ഏത് റെസിസ്റ്റൻസ് ഏത് ടെമ്പറേച്ചറിലാണ് ആദ്യം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ പറയുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ എടുക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിലുള്ളത് കൊണ്ട് ആ സമയത്തുള്ള റെസിസ്റ്റൻസിനെ R0 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ T1, അതായത് ഒരു സം ടൈം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം സം ടൈം ഓഫ് റെസിസ്റ്റൻസ്, അപ്പോൾ സം ടൈം ഓഫ് റെസിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ T നടത്തും, അതാണ് കുറച്ചുകൂടി ബെറ്റർ ആവുക. ഓക്കെ, T ഡിഗ്രി സെൽഷ്യസ് എടുത്തോ. അപ്പോൾ ഇത് 0 ഡിഗ്രി സെൽഷ്യസ് അല്ല, അപ്പം T ഡിഗ്രി സെൽഷ്യസ് എടുത്തോ. ഓക്കെ, അപ്പം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള സാധനത്തിന് R0വും അതുപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് അല്ലേ, നമ്മുടെ റെസിസ്റ്റൻസ് അല്ല T1 തന്നെ എടുത്തോ, കാരണം അത് R1 എടുക്കുന്നതല്ലേ, T1 തന്നെ എടുത്താൽ മതി കേട്ടോ, മാറ്റാൻ നിൽക്കണ്ട. ഓക്കെ, നമ്മളുടെ T1 എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഉള്ള റെസിസ്റ്റൻസ് ആണ് നമ്മുടെ എന്ത്, R1. അപ്പോൾ 2 ടെമ്പറേച്ചർ 2 റെസിസ്റ്റൻസ്, 0 ഡിഗ്രി സെൽഷ്യസും അതുപോലെ T1 ഡിഗ്രി സെൽഷ്യസും. 0 ഡിഗ്രി സെൽഷ്യസിൽ R0നും T1 ഡിഗ്രി സെൽഷ്യസിനെ R1 എന്നും ഞാൻ വിളിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി ഇത് 2 കാര്യങ്ങളാണ്. ഓക്കെ, ഇതിന് മുന്നേ നമ്മൾ ഒരു മെറ്റാലിക് കണ്ടക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഈ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിൽ, അത് നമ്മൾക്ക് ആദ്യം അറിയണ്ടേ. അപ്പോൾ എന്താണ് ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ടെമ്പറേച്ചറും റെസിസ്റ്റൻസും കണ്ടക്ടറുകളിൽ എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതായത് ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും, അതുപോലെ ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. ശരി, ഇതല്ല ഒരു മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ഒരു ബിഹേവിയർ അല്ലേ, അത് നമ്മളൊരു ബിഹേവിയർ എന്ന് തന്നെയാണ് പഠിച്ചത്. ശരിയല്ലേ? ഇനി ഈ ഇൻക്രീസ് നമ്മളിപ്പോൾ പറഞ്ഞു, ഈ ടെമ്പറേച്ചറിന് ഒരു ഇൻക്രീസ് സംഭവിക്കും. ആ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഞാൻ ആദ്യം തന്നെ ഒരു ഗ്രാഫ് ഇവിടെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ, ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ക്ലിയർ? അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, ഇങ്ങനൊരു ഗ്രാഫ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഗ്രാഫിലെ പോയിന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചോ. ഓക്കെ അല്ലേ, ഒരു 0. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് പറഞ്ഞത്, നമ്മൾ റെസിസ്റ്റൻസ് കൂടും അല്ലേ, ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പം ആദ്യം ഈ ഒരു കേസിലെടുക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമുള്ള കേസ് എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. അതായത് ടെമ്പറേച്ചർ ഒന്നുമില്ല, 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനെ ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു R0. ഇതവിടെ 0, ഇവിടെ R0. ക്ലിയർ? ഇനി അടുത്ത ടെമ്പറേച്ചർ ഏതാ, T1. T1ലുള്ള ടെമ്പറേച്ചറിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ത്, R1. ഓക്കെ, സിമിലർലി ഒരു ടെമ്പറേച്ചർ T2 ഉണ്ടെന്ന് വിചാരിക്കുക. T2 നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് R2. ക്ലിയർ? അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റികളാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെയുള്ള ചേഞ്ച് എന്താ, ഇവിടെ ഇൻക്രീസ് ആണ് ടെമ്പറേച്ചറിൽ. ശരിയല്ലേ? കാരണം 0 ഉള്ള ഒരു സാധനം എന്ത് ചെയ്യുക, റൈസ് ചെയ്തൊരു T1 എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ടെമ്പറേച്ചർ കൂടുവാണ്. അപ്പം നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്.
ഓക്കെ, അതായത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ല, അതായത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ്? ഇൻക്രീസ്. ആദ്യത്തെ സാധനം R0 രണ്ടാമത്തെ സാധനം R1 ആണ് അല്ലേ. അപ്പോൾ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് R0 R1 എത്താനുള്ള അതായത് നമ്മൾ ഇൻക്രീസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? R1 - R0, അതന്നെയല്ലേ ഇൻക്രീസ്, അല്ലെങ്കിൽ ആ ചേഞ്ച് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ അല്ലേ. അപ്പം ആ ചേഞ്ച് ആണ് നമ്മളുടെ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. ശരിയല്ലേ? ആ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. അപ്പം ആ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ വേണമെങ്കിൽ R1 - R0 വേണം ഡെൽറ്റ ആർ എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്തോ, പ്രശ്നമില്ല. ഓക്കെ, എന്തുവാണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്ത് ഡെൽറ്റ ആറെന്നോ R1 - R0 എങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത് ഏതിനൊക്കെ പ്രൊപ്പോർഷനാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്, അതായത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 - R0. ശരിയല്ലേ? അത് എന്തൊക്കെ കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ റെസിസ്റ്റൻസ്. നമ്മൾക്ക് ആദ്യം ഉണ്ടായ റെസിസ്റ്റൻസിന് ഇത് പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ആദ്യം ഉണ്ടായ റെസിസ്റ്റൻസ് എന്താണ്? പ്രൊപ്പോർഷനാണ്. ആദ്യം ഉണ്ടായ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഏതാണ്? ആദ്യം ഉണ്ടായ റെസിസ്റ്റൻസ് ഇനീഷ്യൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ R0. ശരിയല്ലേ? അപ്പോൾ R0 എന്താണിത്? പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമുക്ക് എഴുതാം പ്രൊപ്പോർഷണൽ ടു R0, കാരണം റൈസ് ഏതിന് പ്രൊപ്പോർഷനാണ്? R0 അല്ലേ. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എഴുതാം എന്താണ്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, വീണ്ടും ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? റൈസ് ഇൻ ടെമ്പറേച്ചറിൻ്റെ ഇൻക്രീസ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ റൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചറിനെ റൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ ആദ്യം 0 ഉണ്ടായത്, പിന്നെ എത്രയാ? T1 ആയി അല്ല. അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? T1 - 0 അല്ല, അതായത് T1. ക്ലിയർ? ചേഞ്ച് ആണ് ഇതിപ്പോൾ. ഇതിൻ്റെ ചേഞ്ച് എത്ര വരിക? T2 - T1. ഇതിൻ്റെ ചേഞ്ച് എത്ര വരിക? T1 - T0. അതുകൊണ്ടാണ് ഞാൻ T1 എന്ന് എഴുതുന്നത്. പിന്നെ T1 എന്ന് എഴുതിയാൽ മനസ്സിലാക്കണം അത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണെന്ന് ഓർക്കണം. ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്നോ റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നോ പറയാം. കാരണം 0 നിന്ന് T1 ഉയരുവാണ് ശരിക്കും അല്ല. അതുപോലെ T1 നിന്ന് T2 ഉയരുവാണ്, കാണുന്നില്ലേ? ടെമ്പറേച്ചർ കൂടുവാണ്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് എന്ത് ചെയ്യാണ്? കൂടുവാണ് അല്ലേ. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1 - 0, അതായത് അതെന്ത് തന്നെയാണ്? T1 അല്ലേ. അപ്പോൾ പിന്നെയുള്ള മൂന്നാമത്തെ പ്രൊപ്പോർഷണാലിറ്റി ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഓർക്കുന്നില്ലേ? പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും 3 പ്രോപ്പർട്ടിയാണ് ഉള്ളത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ചെക്ക് ചെയ്യാൻ പോവാണ്. എന്താണ് ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി എന്താണ്? റൈസ് ഇൻ റെസിസ്റ്റൻസ് അല്ലെ, എന്താണ് എഴുതിയത്? നമ്മൾ നോക്കട്ടെ. ഇതാ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് അല്ല, ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ അല്ല കേട്ടോ, ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ R1 - R0 അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡെൽറ്റ ആർ അല്ലേ. അപ്പോൾ R1 - R0 ഡിപ്പെൻഡ്സ് ഓൺ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു ആരൊക്കെ പ്രൊപ്പോർഷനിലാണ്? ഒന്നാമത്തെ സാധനം R0 പ്രൊപ്പോർഷനാണ്, അതുപോലെ ആർക്കും പ്രൊപ്പോർഷനാണ്? T1 പ്രൊപ്പോർഷനാണ്. ശരിയല്ല? അപ്പോൾ നമുക്ക് പറയാം R1 - R0 ഈസ് പ്രൊപ്പോർഷണൽ ടു R0 പ്രൊപ്പോർഷനാണ്, അതുപോലെ T1 പ്രൊപ്പോർഷനാണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ R1 - R0 പ്രൊപ്പോർഷണൽ ടു R0 × T1. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റൈസ് ഇൻ റെസിസ്റ്റൻസ് ആർക്കൊക്കെ പ്രൊപ്പോർഷനാണ്? R0 പ്രൊപ്പോർഷനാണ്, T1 പ്രൊപ്പോർഷനാണ്. ഓക്കെ, ഇനി ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി ആയിട്ടല്ലേ ഉള്ളത്? ശരിയല്ലേ? പ്രൊപ്പോർഷണാലിറ്റി ആയിട്ടല്ലേ ഉള്ളത്. ഈ പ്രൊപ്പോർഷണാലിറ്റിയെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റിയെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. R1 - R0 ഈക്വൽ ടു എന്ത് ചെയ്യണം? നമ്മൾ പുതിയൊരു ടേം ഡിഫൈൻ ചെയ്യുവാണ്. അതാണ് ആൽഫ.
ഓക്കെ, ആൽഫ ഇൻറ്റു R0 ഇൻറ്റു T1. ശരിയല്ലേ? അപ്പം ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയാം. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലേ? ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അതിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഇതാണ് ആൽഫ, അല്ലെങ്കിൽ ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ സാധനം, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മൾ നേരത്തെ മെറ്റീരിയലിൻ്റെ കേസിൽ ഇവിടെ എഴുതി വെച്ച സാധനം, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഓരോ മെറ്റീരിയലിനനുസരിച്ച് ഡിഫർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുലയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. എന്താണ് ഫോർമുല വരിക? അപ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ആൽഫ ഈസ് ഈക്വൽ ടു R1 മൈനസ് R0 ഡിവൈഡഡ് ബൈ R0 ഇൻറ്റു T1. ശരിയല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം, R1 ആണ്, R1 ഇങ്ങനെ എഴുതാം, R1 ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു T1. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു പൊക്കോ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിലുള്ള നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റിയും കാര്യങ്ങളെ കുറിച്ചും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഈ ഡെഫിനിഷൻ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചോ, ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് per ohm original resistance per ohm original resistance per degree Celsius rise in temperature. ശരിയല്ലേ? കാരണം നിങ്ങൾ നോക്കൂ, ഇത് പറഞ്ഞിരിക്കുന്നു, കൃത്യമായ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നു, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ദ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 മൈനസ് R0 പെർ എന്ന് പറയുമ്പോൾ ഡിവിഷൻ അല്ലേ, പെർ ഓം ഒറിജിനൽ റെസിസ്റ്റൻസ്. ഈ R0 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ റെസിസ്റ്റൻസ് അല്ലേ? ഒറിജിനൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ്, അതിനാണ് ഒറിജിനൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ R0 പെർ ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത് അല്ലേ? പെർ എന്ന് പറയുമ്പോൾ വീണ്ടും ഡിവിഷൻ വന്നു അല്ലേ? ഡിവിഷൻ റൈസ് ഇൻ ടെമ്പറേച്ചർ. റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 T1 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? T1 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു T1 എന്ന് എഴുതിയത് അല്ലേ? ഇനി T1 ഉം T2 ആണെങ്കിൽ എന്താ വരിക? T2 മൈനസ് T1. ഓക്കെ, അപ്പോൾ ഇത് ഈ ടേം ഓർമ്മിക്കണം. ഇനീഷ്യൽ ടെമ്പറേച്ചർ അല്ല, ഇത് ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൽഫ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് പെർ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ പെർ ഓം ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് റൈസ്. ഇത് ഇൻഡ്യൂട്ട് വെട്ടിക്കളഞ്ഞതല്ല, ഈ പെറിന് പകരം ഞാൻ ഈ സിമ്പിൾ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. ഡിവിഷൻ എന്നുള്ള സിമ്പിൾ, ഇതിപ്പോൾ നമ്മൾ 2 നമ്പർ ഡിവൈഡ് ചെയ്യാൻ 1/2 × 1/4 എന്ന് എഴുതുന്ന പകരം 1/2 × 4 എന്നല്ല എഴുതുക, അതേപോലെ എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഡിഗ്രി നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ആ പോയിന്റ്സ് എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന സാധനം എന്താ വരിക? ഇതിൻ്റെ യൂണിറ്റ് എന്താ വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താ വരിക ഇതിൻ്റെ യൂണിറ്റ്? ഇത് ആരാ? R1 മൈനസ് R0. ഇതിപ്പോൾ 2 R1 R0 ഉണ്ടായാലും കുഴപ്പമില്ല, എല്ലാം ഓം തന്നെയല്ലേ? ചോദ്യം അതാണ്. എല്ലാം ഓംസ് തന്നെയല്ലേ ഇവിടെ? എന്ത് റെസിസ്റ്റർ വന്നു, ഇപ്പോൾ 2 ഓം എന്നാലും 3 ഓം എന്നാലും വന്നാലും, ഇപ്പോൾ 4ഉം 3 എന്ത് വന്നാലും 4 - 3 പിന്നെയും ഓം അല്ലേ വരിക? അപ്പോൾ അതിന് ന്യൂമറേറ്ററിൽ ഓം തന്നെയാണ്, ഓംസ് ഡിവൈഡഡ് ബൈ ഇതാരാ? R0 ഓം തന്നെയല്ലേ അല്ലേ? ഇൻറ്റു ടി ആരാ? ടി എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ മതി, ഓമും കട്ടാവും, ബാക്കി എന്ത് വരും? ഇറ്റ് ഈസ് പെർ ഡിഗ്രി സെൽഷ്യസ്. പെർ എന്ന് വെച്ചാൽ ഡിവിഷൻ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. ക്ലിയർ? അതാണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ യൂണിറ്റ് എഴുതുക, 0.0007 ഡിഗ്രി പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതുക. അപ്പോൾ പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അത് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ള പോയിന്റ് ഓർക്കുക. ക്ലിയർ അല്ലേ? ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ്
വാട്ട് വി കോൾ, അതായത് ഇത്ര ഓം എന്ന് പറഞ്ഞാൽ ഒരു 0.005 ഓം നമ്മൾക്ക് റെസിസ്റ്റൻസ് ഇൻക്രീസ് ഉണ്ട് അല്ലേ. അപ്പോൾ പെർ എത്ര ഡിഗ്രി സെൽഷ്യസ്, 1 2 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുക. ക്ലിയർ? അത് നമ്മൾക്ക് അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതിന് പകരം ഈ ഇപ്പം നമ്മൾ T1 എന്നുള്ള കേസല്ലേ ഇത്. ഇനി ഇതിന് പകരം നമ്മൾ ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ 2 ടെമ്പറേച്ചർ എടുത്തു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പം T1 ഡിഗ്രി സെൽഷ്യസ് എടുത്തു, അതുപോലെ T2 ഡിഗ്രി സെൽഷ്യസ് എടുത്തു. ക്ലിയർ? ഈ T1 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എടുത്തതാണ് നമ്മുടെ എന്ത് R2, അല്ല സോറി T1 ഡിഗ്രി സെൽഷ്യസിൽ എടുത്താണ് എന്ത് R1 അല്ലേ. T2 എടുത്താണ് എന്ത് R2. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് നമ്മൾ T2 ഗ്രേറ്റർ ആണ്. ഓക്കെ, T1 കാട്ടിയും T2 എന്താണ് ഗ്രേറ്റർ ആണ്. T1 to അസ്യൂം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഫോമുല നേരത്തെ ഞാൻ വേറൊരു ഫോമുല എഴുതിയിരുന്നു. R1 = R0 × 1 + α × T1 എഴുതിയത് ഓർക്കുന്നില്ലേ? ശരിയല്ലേ? നിങ്ങൾ എപ്പോഴും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. ഈ T1 എന്ന് പറയുന്നത് നമ്മൾ ആ ടെമ്പറേച്ചർ മാത്രമല്ല, ആക്ച്വലി ഇത് T1 - 0 ആയിരുന്നു. 0 എന്ന് പറഞ്ഞാൽ ഇമ്മെറ്റീരിയൽ ആയതുകൊണ്ടാണ്, ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ. ഇത് എഴുതുമ്പോൾ ആ ഫോമിൽ ഒന്നും കൂടി ക്ലിയർ ആവും. ഇതിൻ്റെ ഫോമിൽ എന്ത് വരിക? ഇവിടെ നമ്മളെ റെസിസ്റ്റൻസ് R2 ആണ് അല്ലേ, പുതിയത്. അപ്പോൾ R2 = ഇതിന് പകരം R1 അല്ലേ. ഇവിടെ R1 R0 എന്ന് എഴുതുന്ന പകരം ഇവിടെ R2 എന്ന് എഴുതുക, ഇവിടെ R1 എന്ന് എഴുതുക. 1 + α × ടെമ്പറേച്ചർ, റൈസ് ആൻഡ് ടെമ്പറേച്ചർ എന്തൊക്കെയാണ്? T2 - T1. ഈ ഫോമുലയും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാലും പ്രശ്നമില്ല, എങ്ങനെ പഠിച്ചാലും പ്രശ്നമില്ല, രണ്ടും ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് R1 = R0 × 1 + α × T1, മറ്റേത് R2 = R1 × 1 + α × T2 - T1. ആ റൈസ് ഓർത്താൽ മതി കേട്ടോ. ഇവിടെ റൈസിൻ്റെ ടെമ്പറേച്ചറാണെന്ന് ഓർത്താൽ മതി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ്. നമ്മൾ ഓരോ ഡിവൈസിലെ എഫക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് നമ്മൾ. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഓരോ ഡിഫർ ചെയ്യും. അത് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മളിപ്പം നമ്മുടെ കണ്ടക്ടറുകളാണെങ്കിൽ എന്താവും, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, ശരിയല്ലേ. അതുപോലെ ഇൻസുലേറ്റർ ആകുമ്പോൾ എന്താവും, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. സെമി കണ്ടക്ടർ എന്താവും, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് അല്ലേ. അതൊക്കെ ഓരോ മെറ്റീരിയലിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഡിഫർ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ടോപ്പിക്കാണ് കേട്ടോ. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, അതിൻ്റെ എഫക്റ്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതെന്തായാലും ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് നോക്കുക, ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അതിൻ്റെ അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നൊക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.